അപ്പോൾ സത്യം പറഞ്ഞിട്ട് പേടി മക്കളെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന പേടിയിലും ആദ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നം പ്രത്യേകിച്ചൊന്നുമില്ല, അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അതൊക്കെ തീരും. അത് ഇച്ചിരി വാശി, അവർക്കും വാശി എനിക്കും വാശി, ഞാൻ അമ്മയല്ലേ അപ്പോൾ എനിക്കൊരു വാശി, അവിടെ മിണ്ടട്ടെ എന്നുള്ള വാശി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ പേരിൽ വീണ്ടും ഒരു കോൺട്രവേഴ്സി കൂടി വന്നിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മൂത്ത മകളെ കുറിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വരികയും വളരെ ചർച്ചയാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും ആ മൂത്ത മോക്കും ആ അച്ഛനും അമ്മയ്ക്കും എല്ലാം വളരെയേറെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പം രണ്ടാമത്തെ മോളുടെ പേരിൽ വന്നിരിക്കുകയാണ്. അതായത് മൂത്ത മോളെ പോലെ തന്നെ രണ്ടാമത്തെ മോളും അച്ഛനും അമ്മയും അറിയാതെ അമ്പലത്തിൽ പോയി താലി കെട്ടി ഒളിച്ചോടി പോയി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. പബ്ലിക്കലി ഈ കുഞ്ഞൻ എന്ന് പറയുന്ന അവരുടെ രണ്ടാമത്തെ മകള്, അവർ കുഞ്ഞൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം രണ്ടാമത്തെ മകള് അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. അതേപോലെ ആ വരൻ്റെ പേരൻസ് മാത്രമേ ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉപ്പും മുളകും ഒരു വീഡിയോ ഒന്നും ഇതുവരെയും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് റീസണും കാര്യങ്ങളും കൂടുതലായിട്ട് അറിയത്തില്ല. വ്യൂവർ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലെങ്കിലും പണ്ട് ഈ പൊന്നു അച്ഛനും അമ്മേനെ അറിയിക്കാതെ, അതായത് നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കാമുവിനുമായിട്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയത്തില്ല, യൂട്യൂബ് തുറന്നാലും മൊത്തം ഇവരുടെ വീഡിയോസും കാര്യങ്ങളുമാണ്. അപ്പം എന്താ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഒരാളുമായിട്ട് വിവാഹം നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന ആ ഒരു സമയത്ത് കാമുകനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചു എന്നൊക്കെ. ആ സമയത്ത് ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഉടനെ തന്നെ ആ കല്യാണം നടന്നതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം തന്നെ ഇവരൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇരുന്ന് കുറേ കരയുകയും അതേപോലെ ഇനി പൊന്നുവിനെ വീട്ടിൽ കയറ്റത്തില്ല, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകളില്ല, അങ്ങനെ ഇനി എന്നൊക്കെ പറയുകയും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ മകൾ തിരിച്ച് സർപ്രൈസ് ആയിട്ട് രാത്രി വന്ന് വീട്ടിൽ വരികയും അവരെ സ്നേഹത്തോടെ പിന്നെ അവർ ഒരുമിച്ചു, ഫാമിലി ഒരുമിച്ചു. അപ്പം ആ ഒരു പണക്കൊക്കെ കുറച്ച് നാളത്തേക്കിനെ ഉള്ളായിരുന്നു. അതെല്ലാം മാറി ഒരുമിച്ച് അവർ നല്ല രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് പോവായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കൊച്ച് ഇപ്പം അച്ഛനും അമ്മേനെ അറിയിക്കാതെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതാണ്. നല്ല ഗ്രാൻഡായിട്ട് തന്നെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരുന്നതാണ്. ആ ഒരു സമയത്താണ് ഈ കുഞ്ഞൻ നിശ്ചയിച്ച ആളോടൊപ്പം തന്നെ, കാമുകനോടൊപ്പം ഒന്നുമല്ല, നിശ്ചയിച്ച ആളോടൊപ്പം തന്നെ അച്ഛനും അമ്മേനെ അറിയിക്കാതെ ഒരമ്പലത്തിൽ പോയി കല്യാണം കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആ പേരൻസിനെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം അത് എന്താ കുഞ്ഞൻ ചെയ്തത് എന്തോ നല്ല കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ പൊന്നു ഒളിച്ചോടിപ്പോയ ആ ഒരു സമയത്ത് ഞാൻ കണ്ടതാണ്, ഈ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിന്ന് പൊന്നുവിനെ ഓരോന്ന് കുറ്റം പറയാനായിട്ട് കൂടെ നിന്നൊരു വ്യക്തിയാണ് ഈ കുഞ്ഞൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അച്ഛനും അമ്മയും അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം കൂടെ നിന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഇവളും ആ ഒരു വഴി തന്നെ പിന്തുടർന്ന് പോയി അതേപോലെ തന്നെ ചെയ്യുകയും ഇപ്പം ആ അച്ഛനും അമ്മയും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആൾക്കാരുടെ ഓരോരോ കമൻസും കാര്യങ്ങളും എല്ലാം വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് കാരണക്കാരി അമ്മയാണ്, മൂത്ത മോള് പോകാനും കാരണക്കാരി അമ്മയാണ്, അച്ഛനൊരു കഴിവില്ലാത്തവനാണ്, ഇങ്ങനെ അമ്മ എപ്പോഴും മുന്നിൽ നിൽക്കും, അച്ഛനിങ്ങനെ കുന്ന വിഴുങ്ങിയ പോലെ നിൽക്കും, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനായിട്ട് നമുക്ക് അതിനുള്ള അതൊന്നുമില്ല. ഒരു ഫാമിലിയെ പറ്റി അങ്ങനെ ഒന്നും പറയാനായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള അതൊന്നും പറയാനായിട്ടുള്ളൊരു ഇതൊന്നും നമുക്കില്ല. എന്നാലും കമൻസ് കണ്ടപ്പം ഈ ഒരു സൈബർ അറ്റാക്കിന് അവരിപ്പോൾ ഇരയാകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും നല്ല രീതിയിൽ നല്ല സാമ്പത്തികം മുടക്കി തന്നെ നല്ല അന്തസ്സായിട്ടാണ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെൻറ്റ് ഇനി കല്യാണത്തിനുള്ള സ്വർണം കാര്യങ്ങളൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ള ഇവരുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞൻ വീഡിയോയിലൊന്നും വരത്തില്ല, അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കുഞ്ഞൻ സംസാരിക്കാറില്ല, ആ രീതിയിലുള്ള ടോപ്പിക്കുകൾ കൊടുത്തുകൊണ്ടുള്ളൊരു
ആ രീതിയിൽ കണ്ടന്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നീട് അവരിട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് 2-3 വീഡിയോ അടുപ്പിച്ച് കുഞ്ഞിൻ്റെ മാറ്റങ്ങൾക്കുള്ള കാരണം എന്താണ്, ശരിക്കും കുഞ്ഞിൻ്റെ പ്രശ്നം, ആ രീതിയിൽ 2-3 വീഡിയോസ് അവർ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട് 2-3 ദിവസത്തിനകം ഇതിനെല്ലാം പരിഹാരമാകുമെന്ന്. പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെല്ലാം പരിഹാരമായി. കുഞ്ഞൻ പോയി കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റ് നല്ല ഗ്രാൻഡായിട്ട് നടത്തിയെങ്കിലും അവരുടെ കല്യാണം നടത്താനുള്ള ആ ഒരു സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കല്യാണം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താനും കല്യാണം നടത്താനും ഒക്കെ ഉള്ളൊരു സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കല്യാണമൊക്കെ ആലോചിക്കുന്നത് പോലും. അപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താൻ മാത്രമുള്ള ഒരു സാമ്പത്തികമേ ഉള്ളായിരുന്നെങ്കിൽ കുഞ്ഞെന്ന് പറയുന്ന കുട്ടിക്ക് എന്നാണെങ്കിലും ഒരു 25-30 വയസ്സൊന്നും ഇല്ലല്ലോ ഓടിപ്പിടിച്ച് കല്യാണം നടത്താൻ. 19-20 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ ഒരു പ്രായത്തിലെ കുട്ടിക്ക് അതിനെ പഠിക്കാൻ വിടണമായിരുന്നു. എൻഗേജ്മെൻറ്റ് നടത്തി അതിൻ്റെ മനസ്സിലൊരു ആശയും, ഇപ്പം എൻഗേജ്മെൻറ്റൊക്കെ കഴിയുമ്പം തൊട്ടേ ആ ഒരു പ്രായത്തിലെ കുട്ടികളുടെ മനസ്സിൽ കല്യാണം, അത് കഴിഞ്ഞിട്ട് എവിടെ പോകണം, അങ്ങനത്തെ പല ചിന്തകളും വന്ന് കാണും. നല്ല ഓരോ ആഗ്രഹങ്ങളൊക്കെ വന്ന ആ ഒരു സമയത്ത് ഒരുപാട് മോഹിപ്പിച്ചിട്ട് ഇപ്പം കല്യാണം നടക്കത്തില്ല, കല്യാണം നടത്താൻ പൈസ ഇല്ല എന്ന് ദിവസം പ്രതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോർമലി അവരുടെ മനസ്സിൽ പെട്ടെന്നൊരു എടുത്തുചാട്ടം, ആ ഒരു മനോഭാവം വരും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കല്യാണം നടത്താനായിട്ടുള്ള ആ ഒരു സാമ്പത്തികമില്ല. ഇപ്പോൾ കല്യാണം നടത്തിയാലും ഫുഡിൻ്റെയും സ്റ്റേജിൻ്റെയും അങ്ങനത്തെ പൈസ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നടത്താനുള്ള സാമ്പത്തികമില്ല. അതിനൊരു സ്ഥലം വിൽക്കണം. ആ സ്ഥലം വിറ്റ പൈസ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോൾ പൊന്നു അവരൊരു സ്ഥലം വാങ്ങിച്ചു എന്ന് പറയുന്നു. ആ സ്ഥലം വിറ്റ പൈസ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവർ പല രീതിയിൽ ഇങ്ങനെ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിനെ കെട്ടാൻ, അത് പബ്ലിക്കായിട്ട് ഈ കാര്യം ഇതുങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കെട്ടാൻ പോകുന്ന ആൾ അത് ഈ അവരുടെ ഫാമിലി എല്ലാം ഈ വീഡിയോസും കാര്യങ്ങളും കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതും എനിക്കൊരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള, ഈ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതൊക്കെയാണ്. അതേപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, ഇവർ പറയുന്ന പോലെ ഇവരുടെ കയ്യിൽ കല്യാണം പോലും നടത്താനുള്ള ഒരു പൈസയും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം നമ്മുടെ ചിലവുകൾ കാര്യങ്ങളെല്ലാം കുറച്ച് ചുരുക്കും, കുറച്ച് ആഡംബരമൊക്കെ ഒഴിവാക്കും. പക്ഷേ ഇവരുടെ വീഡിയോയിൽ നമുക്ക് കാണാൻ ഇതൊന്നും അല്ല. ഇവർ മറ്റേ ശോഭാ സിറ്റിയിൽ പോകുന്നത്, അവിടെ പോയി ഡ്രസ്സൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നത്, ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്, ഇതൊക്കെ കുറച്ച് ഒതുക്കി വെക്കാൻ പോലും ഇവർക്ക് തോന്നിയില്ല. ഇവരുടെ കയ്യിൽ പൈസ കുറവാണ്, ഇവർ പറയുന്ന പോലെ ഇവരുടെ കയ്യിൽ കല്യാണം നടത്താനും ചിലവിനുള്ള പൈസ ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവർ ജീവിക്കുന്നതായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കും തന്നെ തോന്നുന്നില്ല. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ കുഞ്ഞെന്ന് പറയുന്ന കുട്ടിക്ക് 19 വയസ്സോ 20 വയസ്സോ കണ്ട് മാത്രം പ്രായമേ ഉള്ളൂ. ഒരുപാട് പ്രായവും കാര്യങ്ങളൊന്നും ഇല്ല. ചേച്ചിയുടെ ആ ഒരു കാര്യം കഴിഞ്ഞപ്പം അവരുടെ വീട്ടിൽ അനുഭവിച്ച ആ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അവൾക്ക് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നല്ലേ. വീട്ടിലെ സാമ്പത്തിക ശേഷി മോശമാണെങ്കിൽ ആ ഒരു സാമ്പത്തികം ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ചാടി കയറി കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പേരൻസിൻ്റെ വില മനസ്സിലാവുന്നത്. പിന്നീട് ഒരു കുട്ടി ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വില. നമ്മൾ ചിലപ്പോൾ കയർത്തെന്തെങ്കിലും സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി കുഞ്ഞിന് തോന്നാം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇനിയും 2 കുഞ്ഞു മക്കളും കൂടെ ഉണ്ട്. കമൻസിലാണെങ്കിലും മറ്റ് യൂട്യൂബേഴ്സ് ആണെങ്കിലും പലരും വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ കണ്ടന്റിന് വേണ്ടിയാണ്, ഡ്രാമയാണ്. അതേപോലെ അവരുടെ ഇതും ഒരു കണ്ടന്റാക്കി വീഡിയോ എടുത്ത് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതേപോലെ അതൊക്കെ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ മക്കളുടെ ജീവിതം വെച്ച് മാത്രം പൈസ ഉണ്ടാക്കി കളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഇപ്പം മൂത്ത മോളുടെ കല്യാണം നടത്തണ്ട, രണ്ടാമത്തെ മോളുടെയും കല്യാണം നടത്തണ്ട, അപ്പോൾ ആ 2 കല്യാണത്തിൻ്റെയും ചിലവുകളെല്ലാം ഫ്രീ ആയിട്ട് കല്യാണം നടത്തി കിട്ടി. ഇനിയിപ്പം കണ്ടൻറ്റുമായി ഇനിയിപ്പോൾ കുറച്ച് നാൾ ആ കൊച്ചിനെ വീട്ടിൽ കയറ്റേണ്ട, അത് കഴിയുമ്പോൾ അതും കൂടെ വീട്ടിൽ വരും. പിന്നെ അവർ ഗ്രൂപ്പായിട്ട് ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയി കണ്ടൻറ്റായി, നല്ല പൈസയായി, ഇങ്ങോട്ട് പൈസ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? കുഞ്ഞിനെ കാണാനായിട്ട് നല്ല രസമാണ്, നദിയ മൊയ്തുവിൻ്റെ ഒരു കട്ടുണ്ടെന്നൊക്കെ പല കമൻറ്റും ഞാൻ കണ്ടു. പക്ഷേ ഒരുപാട് കമൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പക്വതയില്ലാന്നും, അതേപോലെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് കുഞ്ഞൻ പണികളൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോസ് ഒരുപാട് കമൻറ്റ് കണ്ടു. അതേപോലെ പിന്നെ കുട്ടിയെ കണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നൊന്നും പേരൻസിനില്ല.
ഒരു 20 വയസ്സിന് മുമ്പേ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം. ഇപ്പോൾ ആ പൊന്നുവിൻ്റെ ആണെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ആദ്യമേ എൻഗേജ്മെൻറ്റ് നടത്തുന്നു, പിന്നെ കല്യാണത്തോട് ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് തന്നെ. എന്നിട്ട് ആ ഒരു സമയത്ത് ഇവരുടെ ഒരു വീഡിയോ വൈറലായിരുന്നു, എൻ്റെ മക്കൾ ഹസ്ബൻഡിൻ്റെ അടിമയായിട്ട് വെച്ച് വിളമ്പി അങ്ങനെ കിടക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ, അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെന്നൊക്കെ ഉള്ള രീതിയിൽ ഈ അമ്മ പറയുന്നൊരു വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഈ അമ്മേനെ എടുത്ത് വെച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ അമ്മയാണ് ഇങ്ങനത്തെ അമ്മമാരാണ് കുട്ടികളെ മക്കളെ കൊണ്ട് കൊലക്ക് കൊടുക്കുന്നതെന്നും വഷളാക്കുന്നതെന്നും പറഞ്ഞ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഈയിടെയൊക്കെ കേൾക്കുന്ന വാർത്തകൾ കണ്ടില്ലേ, സൗന്ദര്യം ഇല്ല എന്നുള്ള പേരിലും ജോലി ഇല്ല എന്നുള്ള പേരിലും എല്ലാം ഓരോ കുടുംബജീവിതത്തിലോട്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് പോയി ആത്മഹത്യ ചെയ്യേണ്ട ആ ഒരു വക്കിലോട്ട് തന്നെ മക്കളെ കടത്തി വിടുന്ന ഒരവസ്ഥയാണ്. കാരണം കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയും കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തം കാലം നിന്നിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും. അതിനൊരു 25-30 ആ ഒരു വയസ്സിനിടയ്ക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരു 19-20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചാൽ പിന്നീട് കുട്ടികളെ നോക്കിയിരുന്നിട്ട് പിന്നീട് നമ്മൾ ദുഃഖിക്കും, പിന്നെ പഠിച്ചാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോയാൽ കൊള്ളായിരുന്നു, എപ്പോഴും എന്തെങ്കിലും പൈസയും കാര്യങ്ങളും വേണ്ട ആ ഒരു സമയത്ത് ഹസ്ബൻഡിനോട് എനിക്കത് വാങ്ങിക്കാൻ പൈസ തരുമോ, എനിക്ക് ഇന്ന പൈസ തരുമോ എന്നൊക്കെ ചോദിച്ച് കയ്യിൽ നിന്ന് ഇട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ. പിന്നെ നമുക്ക് വീട് നമ്മളെന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങിക്കൂടി നമ്മുടെ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ആ ഒരവസ്ഥ, മക്കളെ നോക്കി ഫുഡും ഉണ്ടാക്കി ഒന്ന് പിന്നെന്താ അവരുടെ നമ്മുടെ ലോകവേ പിന്നെ വേറെയായി പോവും. അപ്പം കല്യാണം ഒരു 19-20 വയസ്സിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എൻഗേജ്മെൻറ്റും കൂടെ നടത്തി കഴിഞ്ഞതിന് ശേഷം ചിലപ്പം ഈ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായി കാണും, പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ള രീതിയിൽ. അപ്പം നോക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ വേണ്ട, പിന്നെ വേണ്ട, പൈസ ആയില്ല എന്ന് ഇവളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് തോന്നിക്കാണും ഇങ്ങനെ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കാൻ തോന്നിക്കാണും. അത് രണ്ട് പേരുടെ ഭാഗത്ത് നല്ല തെറ്റുകളുണ്ട്. കാരണം ഈ അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. അവരെ അങ്ങനെ ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ ഈ കുഞ്ഞിനും ഇങ്ങനെ ചാടിക്കയറി ഇങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം അച്ഛനും അമ്മയും പൈസ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ പൈസ ഉണ്ടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാനായിരുന്നു. കാരണം ഈ പൈസ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും എൻഗേജ്മെൻ്റ് ഒക്കെ വളരെ ഗ്രാൻഡായിട്ട് അവളുടെ ഇഷ്ടപ്രകാരം നടത്തിയല്ലോ. അതേപോലെ തന്നെ പൈസ ഉണ്ടാകുമ്പോൾ കല്യാണം നടത്തി തരും എന്നുള്ള ആ ഒരു ബോധം വരാനുള്ള പക്വതയും കാര്യങ്ങളും ഒന്നും ഈ കുട്ടിക്കും ഇല്ലായിരുന്നു. കാരണം ആ ഒരു പ്രായത്തിൻ്റെയാണ് അത്. പിന്നീട് അവർക്ക് മനസ്സിലാവും നമ്മുടെ പേരൻസിൻ്റെ വില, അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമൊക്കെ പിന്നീട് മനസ്സിലായിക്കോളൂ. എന്നും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പം വരും എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും അത് വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ് മതിയായിരുന്നു എന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. ജോലി നേടിക്കഴിഞ്ഞിട്ട് നല്ല ഒരാളെ കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളെ ആയിട്ട് കല്യാണം നടത്തി കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ആദ്യം ഈ പൊന്നു ഒളിച്ചോടിപ്പോയ ആ ഒരു സമയത്ത് പിന്നീട് പോയി അവർ ചാനലൊക്കെ തുടങ്ങുകയും അത് റീച്ചായി. പിന്നെ അവർക്ക് ഒരു ചാനൽ ഉപ്പും മുളകും ഫാമിലി ലൈറ്റ് എന്നും പറഞ്ഞ് ഇവർക്കൊരു ചാനൽ. ഇനിയിപ്പം ഒളിച്ചോടിപ്പോയ കുഞ്ഞിനും ഒരു ചാനൽ തുടങ്ങും. അപ്പം അതിനുവേണ്ടിയാണ് ഇവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പം ആൾക്കാരെല്ലാം കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കി അവർ പറയുന്നതിന് ഒരു ഇതുമില്ല. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാത്തത്. കാരണം നമുക്കിതിൻ്റെ വ്യക്തമായ കാരണം അറിയാതെ ഒരാളെ അല്ലെങ്കിൽ ഇന്നത് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടും കാര്യമില്ല. അപ്പം ഒന്നെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് മകളോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞും ചെയ്യാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കല്യാണം നടത്താൻ മാത്രം പൈസ ഇല്ല എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാ വീഡിയോയിലും വന്ന് പറയുന്നു. അതേപോലെ അച്ഛനാണെങ്കിലും പറയുന്നു, ജനങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്ന്. അപ്പം ജനങ്ങൾ വേണം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ വ്യൂവേഴ്സ് വേണം നിങ്ങൾക്ക് കല്യാണം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ റീച്ച് കൂട്ടാനോ ഒക്കെ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി. സ്വന്തം മക്കളുടെ കല്യാണം എൻഗേജ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആലോചിക്കണമായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് കല്യാണം വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് കല്യാണം വെക്കുവാണെങ്കിൽ പോലും അത് നടത്താനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ നിന്ന് നല്ല വ്യൂസ് ഉണ്ട്, നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ലോൺ എടുത്താൽ പോലും ആ കല്യാണം നടത്താവുന്നതേ ഉള്ളായിരുന്നു. പിന്നെ മകളുടെ മുന്നിൽ വെച്ച് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് അവർ ഫോണൊക്കെ വിളിച്ച് ഒരുപാട് അടുത്ത് കഴിഞ്ഞിട്ട് കല്യാണം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം നടത്താനായിട്ട് കാശില്ല എന്നൊക്കെ 10 തവണ പറയുമ്പോഴോ ഇപ്പോഴത്തെ ആ ഒരു മെച്യൂരിറ്റി അനുസരിച്ച് 19-20 വയസ്സൊക്കെ ഉള്ള ആ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ തോന്നത്തുള്ളൂ. സ്വാഭാവികമാണ്. പിന്നെ എനിക്ക് അങ്ങനെ പക്ഷെ കുഞ്ഞിനങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് തോന്നിയതിൻ്റെ കാരണം കുഞ്ഞും ഇങ്ങനെ ഒളിച്ചോടി പോയ ആ ഒരു സമയത്ത് അവരുടെ ഒപ്പം നിന്ന് കുഞ്ഞൻ അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച ഒരാളായിരുന്നു കുഞ്ഞൻ. അപ്പം ആ കുഞ്ഞൻ തന്നെ പിന്നീട് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഓരോരുത്തർ അവരുടെ പേരൻസിനെ എന്തൊക്കെ പറയുന്നുണ്ട്.
അപ്പം പേരൻസ് ഇപ്പം എന്തായാലും കല്യാണം കുറച്ച് നാൾ മതിയെന്ന് പറഞ്ഞ് എന്നല്ലാതെ ഈ കല്യാണം വേണ്ടാന്നൊന്നും പറഞ്ഞ് കാണുമെന്ന് തോന്നുന്നില്ല. അപ്പം ഈ കല്യാണം വേണ്ടാന്ന് തീർത്തും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. കാരണം അവർ പേഴ്സണലി ഫോണൊക്കെ വിളിച്ച് അടുത്ത് പോയെന്ന് പറഞ്ഞാൽ അടുത്തു, അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ഇതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി അവരുടെ ആ ഒരു ഇതിനെപ്പറ്റിയുള്ള വീഡിയോ വന്നു കഴിയുമ്പം ഞാൻ വീണ്ടും വീഡിയോ ഇടാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.